ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വലിയ ചാനലുകളും ചെറിയ ചാനലുകളെല്ലാം തന്നെ ഇപ്പോൾ യൂട്യൂബിൽ ഫേസ് ചെയ്യുന്ന വലിയ ഒരു പ്രോബ്ലമാണ് റവന്യൂവിൽ വന്നിരിക്കുന്ന കുറവെല്ലാം തന്നെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ യൂട്യൂബിൽ റവന്യൂ എല്ലാം തന്നെ കുറഞ്ഞു വരുന്നത്, അതുപോലെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒരുപാട് മോണിറ്റൈസ്ഡ് ആയ ചാനൽസ് എല്ലാം അവർ എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞിരുന്നു, അതായത് അവർക്ക് എല്ലാ മാസവും $100 തികയ്ക്കാൻ സാധിക്കുന്നില്ല എന്നെല്ലാം. അതിനാൽ തന്നെ മന്ത്ലി വരുന്ന ഇൻകം കിട്ടാത്ത അവസ്ഥയെല്ലാമാണ് ഇപ്പോൾ ഉള്ളത്. കുറേ പേർക്ക് മന്ത്ലി വന്നിരുന്ന, അതായത് $100 മുകളിലെല്ലാം തന്നെ അവർക്ക് ഏൺ ചെയ്യാനെല്ലാം സാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ചായി ഇതൊന്നും തന്നെ കഴിയുന്നില്ല എന്നെല്ലാമാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വരുന്നത് എന്നെല്ലാം നോക്കാം. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇതുപോലെ കണ്ടന്റ് ക്രിയേഷൻ ഇത് വളരെ കോമ്പറ്റേറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ ഈ ഒരു സ്പേസിലേക്ക് ഒരുപാട് പേർ വരുന്നതും അതുപോലെ ഈ ഒരു കോമ്പറ്റീഷൻ എല്ലാം തന്നെ ഇത്തരത്തിൽ ഈ ഒരു റവന്യൂവിനെ എല്ലാം ബാധിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഇപ്പോൾ മറ്റു പ്ലാറ്റ്ഫോമുകൾ, അതായത് യൂട്യൂബ് മാത്രമല്ല ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതുപോലെയുള്ള മറ്റു പ്ലാറ്റ്ഫോമുകളെല്ലാം പോപ്പുലാരിറ്റി എല്ലാം വർദ്ധിക്കുന്നുണ്ട്. അവിടെയും ഒരുപാട് പേർ കണ്ടന്റ് ക്രിയേഷൻ എല്ലാം ചെയ്യുന്നതും അതുപോലെ അഡ്വർടൈസേഴ്സ് അവർ യൂട്യൂബിലേക്ക് മാത്രമല്ല മറ്റു പ്ലാറ്റ്ഫോമുകളിലേക്കും ഇതുപോലെ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം നടത്തുന്നതെല്ലാം യൂട്യൂബിന്റെ റവന്യൂവിനെ സാരമായി ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അഡ്വർടൈസിങ്ങിൽ വരുന്ന ചേഞ്ചസ്, അതുപോലെ മോണിറ്റൈസേഷനിൽ വരുന്ന ചേഞ്ചസ് എല്ലാം തന്നെ നമ്മുടെ റവന്യൂവിനെ എല്ലാം തന്നെ ബാധിക്കുന്നുണ്ട്. അതിനാൽ തന്നെ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ റവന്യൂ എല്ലാം നഷ്ടപ്പെടാതിരിക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടന്റ് ക്രിയേഷനുമായി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ യൂട്യൂബ് മാത്രമായി കോൺസെൻട്രേറ്റ് ചെയ്യാതെ മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ കൂടി നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റ് എല്ലാം ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരു ചാനൽ മാത്രമെല്ലാമാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചാനൽ പല കാറ്റഗറിയിലെല്ലാം ചെയ്യുന്നതെല്ലാം തന്നെ നിങ്ങളുടെ റവന്യൂ എല്ലാം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ യൂട്യൂബിൽ വരുന്ന ചേഞ്ചസ്, അതുപോലെ പോളിസി ചേഞ്ചസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. ഇത്തരത്തിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ ഇങ്ങനെ വരുന്ന പുതിയ അപ്ഡേറ്റ്സുകളെ കുറിച്ചെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ യൂട്യൂബ് ചാനലെല്ലാം ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ഇനി നമുക്ക് യൂട്യൂബിന്റെ മറ്റു സോഴ്സസ് എല്ലാം കൂടുതലായി യൂസ് ചെയ്യുന്നതും, അതായത് മെർച്ചൻഡൈസ്, പ്രൊമോഷൻ, സ്പോൺസർഷിപ്പ് നോക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതും നിങ്ങളുടെ ചാനലിലേക്ക് കൂടുതൽ വരുമാനമെല്ലാം കൊണ്ടുവരാൻ സഹായിക്കും. അതിനാൽ തന്നെ യൂട്യൂബിന്റെ അഡ്വർടൈസ്മെന്റിൽ നിന്നുള്ള റവന്യൂ മാത്രമല്ല, ഇത്തരത്തിൽ യൂട്യൂബിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റു മേഖലകൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് എല്ലാം ആഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ പ്രൊമോഷൻ എല്ലാം ചെയ്യുകയാണെങ്കിൽ, ഇനി അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എല്ലാം ചെയ്യുകയാണെങ്കിൽ, ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ നിലവിലുള്ള റവന്യൂ എല്ലാം തന്നെ ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യമെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വളരെ ആക്റ്റീവായും അതുപോലെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയെല്ലാം വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുക എന്നത്. അത്രയും കോമ്പറ്റേറ്റീവ് ആയ ഒരു മാർക്കറ്റായി യൂട്യൂബ് അതുപോലെ മറ്റു പ്ലാറ്റ്ഫോമുകളെല്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ ചാനലിന്റെ റാങ്കിങ്, അതുപോലെ യൂട്യൂബിൽ നിന്നും നിങ്ങൾക്ക് നല്ല റവന്യൂ എല്ലാം വരണമെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധിക്കണം. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്